Hi, welcome to Study with Z Square. If you like my channel, subscribe, share, like and comment. Hi students, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6th ക്ലാസ് സ്റ്റുഡൻസിൻ്റെ സോഷ്യൽ സയൻസിലുള്ള 6th ചാപ്റ്റർ വേൾഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ലോകത്തുള്ള വൈവിധ്യങ്ങളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള 3 പിക്ചേഴ്സ് കണ്ടോ നിങ്ങൾ? ഫസ്റ്റ് വൺ എന്താണ്? ഒരു ഡെസേർട്ട് ലൈക്ക് ഏരിയ ആണല്ലേ. അവിടെ എന്താ കാണുന്നത്? അവിടെ കുറച്ച് ചെടികൾ മാത്രം അല്ലേ. പിന്നെയോ ഒരു ഫോറസ്റ്റ് ആണ് കാണുന്നത്. മരങ്ങൾ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നത് കാണാം. പിന്നെ സാധാ ഒരു ലാൻഡ് അല്ലേ. ദെൻ നോക്കൂ, ഹാവ് യു സീൻ ദ പിക്ചേഴ്സ്? You might have noticed that the vegetation types shown in them are entirely different. ശരിയാണല്ലേ, 3 സ്ഥലത്തുമുള്ള 3 പ്രദേശത്തുമുള്ള വെജിറ്റേഷൻ ഡിഫറെൻ്റ് ആണല്ലേ, ടോട്ടലി ഡിഫറെൻ്റ് ആണല്ലേ. ദെൻ വാട്ട് കുഡ് ബി ദ റീസൺ? എന്തായിരിക്കും അതിൻ്റെ റീസൺ? ഡൈവേഴ്സിറ്റീസ് എക്സിസ്റ്റ് നോട്ട് ഓൺലി ഇൻ ദ ഫ്ലോറ ബട്ട് ആൾസോ ഇൻ ഫ്യൂണ ആൻഡ് ഹ്യൂമൻ ലൈഫ് എക്സെട്ര. ഈ വൈവിധ്യങ്ങളെന്ന് പറഞ്ഞാൽ സസ്യലോകത്തു മാത്രമല്ല, ജന്തുലോകത്തും മനുഷ്യജീവിതത്തിലും ഉണ്ട്. മനസ്സിലായോ? അതാണ് ഫ്ലോറ എന്ന് പറഞ്ഞാൽ സസ്യലോകം, അതാണ് ഫ്യൂണ പറഞ്ഞാൽ ജന്തുലോകത്തെക്കുറിച്ച്. അപ്പോൾ ഫ്ലോറയിൽ മാത്രമല്ല, ഫ്യൂണയിലും ഹ്യൂമൻ ലൈഫിലും എന്തുണ്ട്? ഡൈവേഴ്സിറ്റീസ് ഉണ്ട്. ദീസ് ഡൈവേഴ്സിറ്റീസ് ഹാവ് ഇവോൾവ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ക്ലൈമാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഈച്ച് പ്ലേസ്. അപ്പോൾ എങ്ങനെയാണ് ഡൈവേഴ്സിറ്റീസ് വരുന്നത്? വൈവിധ്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ആ ഒരു പ്രദേശത്തിൻ്റെ ക്ലൈമറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലേ, കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് വൈവിധ്യം വരുന്നത്. റീജിയൻസ് ഓൺ ദ എർത്ത് സർഫേസ് ദാറ്റ് ഷെയർ ഓൾമോസ്റ്റ് സിമിലർ ക്ലൈമാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ആർ നോൺ ആസ് ക്ലൈമാറ്റിക് റീജിയൻ. അപ്പോൾ എന്താണ് ക്ലൈമാറ്റിക് റീജിയൻ അല്ലെങ്കിൽ കാലാവസ്ഥാ മേഖലകൾ എന്നറിയപ്പെടുന്നത്? സിമിലർ ആയിട്ടുള്ള ക്ലൈമാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഷെയർ ചെയ്യുന്ന എർത്ത് സർഫസിലുള്ള റീജിയൻസിനെയാണ് എന്ത് പറയുന്നത്? ക്ലൈമാറ്റിക് റീജിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. വാട്ട് ആർ ക്ലൈമാറ്റിക് റീജിയൻസ്? എന്താണ് ക്ലൈമാറ്റിക് റീജിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീജിയൻസ് ഓൺ ദ എർത്ത് സർഫസ് ദാറ്റ് ഷെയർ ഓൾമോസ്റ്റ് സിമിലർ ക്ലൈമാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ആർ നോൺ ആസ് ക്ലൈമാറ്റിക് റീജിയൻ. എന്താണ്? ഓരോ കാലാവസ്ഥാ സവിശേഷതകളിൽ ഏറെക്കുറെ സമാനതകൾ പുലർത്തുന്ന എർത്ത് സർഫസ് റീജിയൻസിനെയാണ് ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയുന്നത്. You have learned about the continents in the earlier classes. Each of these continents has different climatic regions. Let us see a few of them. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കോണ്ടിനെൻസിനൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു കോണ്ടിനെൻസിൽ ഓരോ കോണ്ടിനെൻസിലും എന്താണ്? ഡിഫറെൻറ്റ് ക്ലൈമാറ്റിക് റീജിയൻസ് ആണല്ലേ. അവയിൽ ചിലതൊക്കെ നമുക്കൊന്ന് പരിചയപ്പെട്ടു നോക്കാം. ഹോട്ട് ആൻഡ് റെയിനി ലാൻഡ്സ്. ദ പിക്ചർ Figure 6.1 depicts the pygmies getting ready to hunt. അപ്പോൾ ഒരു ഗോത്ര സമൂഹമാണ് പിഗ്മീസ് എന്ന് പറയുന്നത്. അവരെന്താണ്? ഹണ്ട് ചെയ്യാൻ, അവർ വേട്ടയാടാൻ പോകുന്നൊരു പിക്ചറാണ് മേലെ കൊടുത്തിട്ടുള്ളത്. ദേ യൂഷ്വലി ഹാവ് എ ഷോർട്ട് സ്റ്റേച്ചർ ആൻഡ് ഡാർക്ക് കോംപ്ലക്ഷൻ. അവരെങ്ങനെയുള്ള ആൾക്കാരാണ്? അവർ നീളം കുറഞ്ഞവരും അതുപോലെ തന്നെ ബ്ലാക്കാണ്. അവരുടെ നിറം ബ്ലാക്ക് ആയിരുന്നു, കറുത്ത നിറമുള്ളവരുമായിരുന്നു. കസാവ ടാപ്പിയോക്ക ഇസ് ദെയർ സ്റ്റേബിൾ ഫുഡ്. അവരുടെ ഫുഡ് എന്താണ്? നമ്മുടെ മരച്ചീനി അല്ലെങ്കിൽ പൂള, കപ്പ എന്നൊക്കെ പറയുന്ന ടാപ്പിയൊക്കെയാണ് അവരുടെ സ്റ്റേബിൾ ഫുഡ്. ദേ ആൾസോ ഈറ്റ് ഹണ്ടഡ് മീറ്റ് ആൻഡ് ഗേതേർഡ് ഫ്രൂട്ട്സ്. അതുപോലെ തന്നെ അവരെന്തൊക്കെ കഴിക്കും? അവർ ഹണ്ട് ചെയ്ത് വേട്ടയാടി വരുന്ന മാംസവും അതുപോലെ ഫ്രൂട്ട്സും കഴിക്കും. ദേ ഓഫൻ വിയർ സ്കിൻ ഓർ ലീവ്സ് ആസ് ക്ലോത്ത്സ്. അവരെന്താണ് ധരിക്കുന്നത്? ഡിയർ സ്കിൻ, മാനിൻ്റെ തോല് കൊണ്ടുള്ളതും അതുപോലെ തന്നെ ഇലകളുമാണ്. ഇലകൾ കൂട്ടിച്ചേർത്തുകാണ്ട് ലിവ്സ് കൂട്ടിച്ചേർത്തുകാണ്ടുള്ള ഒരു ഡ്രസ്സൊക്കെയാണ് അവർ ധരിച്ചിരുന്നത്. ക്ലോത്ത്സ് ആയിരുന്നു അവർ ധരിച്ചിരുന്നത്. ദേ ബിൽഡ് സെമി സർക്കുലർ ഹൗസസ് ഔട്ട് ഓഫ് ബ്രാഞ്ചസ് ഓഫ് ട്രീസ് ആൻഡ് ബോർഡ് ലീവ്സ്. ഒരു ബോർഡ് ലീവ്സ് കൊണ്ടും ട്രീസിൻ്റെ കൊമ്പുകൾ കൊണ്ടൊക്കെ സെമി സർക്കുലർ ഹൗസസ് ആയിരുന്നു ക്രിയേറ്റ് ചെയ്തിരുന്നത്. ദ ഡിയർലി ലവ് ആൻഡ് കെയർ ഫോർ ദ ഫോറസ്റ്റ്.
അവരെങ്ങനെയാണ്, അവർക്ക് ഫോറസ്റ്റ് എന്ന് വെച്ചാൽ, കാടെന്ന് വെച്ചാൽ ജീവനാണ്. അവരത്രക്കും നമ്മുടെ കാടിനെ അവർ ഇഷ്ടപ്പെടുകയും അതുപോലെ കെയർ ചെയ്യുകയും ചെയ്തിരുന്നു. ഇവിടെ നിന്ന് നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം? ഹൗ ഡസ് ദ നേച്ചർ ഇൻഫ്ലുവൻസ് ദ പിഗ്മീസ് ലൈഫ് സ്റ്റൈൽ? എങ്ങനെയാണ് പിഗ്മീസിൻ്റെ ലൈഫ് സ്റ്റൈല് നേച്ചറുമായി ഇൻഫ്ലുവൻസ് ആകുന്നത്? അപ്പോൾ എന്താണ് ഉത്തരം എഴുതാൻ പറ്റുക? Tapioca is the staple food of pygmies, and the pygmies also eat hunted meat and gathered fruits. They often wear deer skin or leaves as clothes. They build semi-circular houses out of branches of trees and broad leaves. They dearly love and care for the forest. This, like their lifestyle, influences the nature. ഈ ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ ചെയ്തു. ദെൻ ലെറ്റ് us see some peculiar features on the Congo basin in Africa where the pygmies mainly dwell. അപ്പോൾ നമ്മളെ പിഗ്മീസ് ജീവിക്കുന്ന കൊങ്കോ ബേസിൻ, ആഫ്രിക്കയിലുള്ള കൊങ്കോ ബേസിൻ എന്ന പ്രദേശത്തിൻ്റെ പെക്യുലർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് പെക്യുലാരിറ്റി എന്താണ്? ഹൈ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ത്രൂ ഔട്ട് ദ ഇയർ. വർഷം മുഴുവനും ഹൈ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ആവും, ഉയർന്ന അന്തരീക്ഷ താപമായിരിക്കും. ആൻഡ് ഡെയിലി ആഫ്റ്റർനൂൺ ഷവേഴ്സ് വിത്ത് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം എന്താണ്? നല്ല ഇടിമിന്നലോട് കൂടിയ മഴയാണ് അവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഹൈ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ത്രൂ ഔട്ട് ദ ഇയർ ആൻഡ് ഡെയിലി ആഫ്റ്റർനൂൺ ഷവേഴ്സ് വിത്ത് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. അപ്പം വർഷം മുഴുവനും എന്താണ്? നല്ല ഉയർന്ന അന്തരീക്ഷ താപമായിരിക്കും, നല്ല ചൂടായിരിക്കും. എന്നാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം എന്താണ്? നല്ല മഴയും ഇടിമിന്നലോട് കൂടിയ നല്ല മഴയും ലഭിക്കും. നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുമോ അങ്ങനെ? ഒന്നെങ്കിൽ നമുക്കൊക്കെ എന്താണ്? ഒന്നെങ്കിൽ മഴക്കാലമാണ് അല്ലേ, അപ്പോൾ തണുപ്പാണ്, അല്ലെങ്കിൽ ചൂടാണ്, അപ്പം മഴ ഉണ്ടാവുമോ? നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ അധികമൊന്നും മഴ പെയ്യാറില്ല അല്ലേ. ദെൻ രണ്ടാമത്തെ ഫീച്ചർ എന്താണ്? വൻമരങ്ങൾ അല്ലെങ്കിൽ ഡെൻസ് എവർഗ്രീൻ വെജിറ്റേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് ബിഗ് ട്രീസ്, ക്ലൈംബേഴ്സ്, തിക്ക് അണ്ടർഗ്രോത്ത്, മോസ്, വെൻഡ ആൻഡ് സോ ഓൺ. അപ്പോൾ എന്താണ്? വൻമരങ്ങളാണ്, ബിഗ് ട്രീസ്, അതുപോലെ ക്ലൈംബേഴ്സ്, വള്ളിപ്പടർപ്പുകൾ അല്ലെങ്കിൽ ക്ലൈംബേഴ്സ്, ഒന്നിൽ നിന്ന് വള്ളിയായിട്ട് ഒരു മരത്തിൽ ഇങ്ങനെ കയറുന്ന ക്ലൈംബേഴ്സ്. തിക്ക് അണ്ടർഗ്രോത്ത് എന്താണ്? പായൽ വർഗ്ഗങ്ങൾ, അടിക്കാടുകൾ. തിക്ക് അണ്ടർഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അടിക്കാടുകൾ എന്നാണ് പറയുന്നത്. മോസ് എന്ന് പറഞ്ഞാൽ പായൽ വർഗ്ഗങ്ങൾ. വെൻഡ ആൻഡ് സോ ഓൺ സസ്യജാലങ്ങൾ, മരവാഴകൾ, അതുപോലെയുള്ള ഇടതൂർന്ന് വളരുന്ന എന്താണ്? ഡെൻസ് എവർഗ്രീൻ വെജിറ്റേഷനാണ് അവിടെയുള്ളത്. എന്താണ്? ഇന്ന് നിത്യഹരിത സസ്യങ്ങളാണ് ഈ ഒരു കൊങ്കൺ ബേസിൻ്റെ ഒരു ഫീച്ചറായിട്ട് നിൽക്കുന്നത്. എന്താണ് സെക്കൻഡ് വൺ എന്താണ്? ഡെൻസ് എവർഗ്രീൻ വെജിറ്റേഷനാണ് അവിടെ. അതിലെന്തൊക്കെയാണ് കൺസിസ്റ്റ് ചെയ്യുന്നത്? ബിഗ് ട്രീസ്, ക്ലൈംബേഴ്സ്, തിക്ക് അണ്ടർഗ്രോത്ത്, മോസ്, വെൻഡ ആൻഡ് സോ ഓൺ. തേർഡ് ഫ്യൂച്ചർ എന്താണ്? ഡൈവേഴ്സ് ഫ്യൂണ, ജന്തുജാലങ്ങൾ, വൈവിധ്യമാർന്ന ജന്തുക്കളുള്ള ഒരു പ്രദേശമാണ് കൊങ്കോ ബേസിൻ. അപ്പോൾ ഈ കൊങ്കോ ബേസിൻ്റെ ഡിഫറെൻറ്റ് ഫ്യൂച്ചേഴ്സാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വരുന്നൊരു ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ 3 ഡിഫറെൻറ്റ് ഫ്യൂച്ചേഴ്സ് ഇൻ കൊങ്കോ ബേസിൻ? ആൻസർ എന്താണ്? ഈ ഒരു 3 പോയിൻറ്റ്സുകളാണ്. ഓക്കെ. വാട്ട് മേ ബി ദ കോസ് ഫോർ ദ എബോവ് മെൻഷൻഡ് പെക്യുലാരിറ്റീസ് ഇൻ ദ കൊങ്കോ ബേസിൻ? എന്താണ് ഈ കൊങ്കോ ബേസിനിൽ ഇത്തരം തരത്തിലുള്ള പെക്യുലാരിറ്റീസ് കാണാൻ കഴിയുന്നത്? കാരണം നല്ല ചൂടാണ്, പക്ഷെ ഉച്ചയ്ക്ക് എല്ലാ ദിവസവും നല്ല മിന്നലോട് കൂടിയുള്ള മഴയുണ്ടാകും. അത് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല അല്ലേ. അപ്പോൾ എന്തായിരിക്കും ഇതിനൊക്കെ ഒരു കാരണം? യു ഹാവ് ഓൾറെഡി ലേൺ ദാറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സൺലൈറ്റ് ഈസ് നോട്ട് യൂണിഫോം എവരിവെയർ. നമ്മൾ ആദ്യമേ പഠിച്ചതാണ്, നമ്മുടെ സൂര്യപ്രകാശം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എല്ലാ സ്ഥലത്തും യൂണിഫോമായിട്ടല്ല, എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല നമ്മുടെ സൂര്യപ്രകാശം ലഭിക്കുന്നത്. ഭൂമിയിൽ എല്ലാ പ്രദേശത്തും സൂര്യപ്രകാശ ലഭ്യത എന്താണ്? ഒരുപോലെയല്ല. ഓക്കെ. ദെൻ ഇറ്റ് ഈസ് ദ പ്രോക്സിമിറ്റി ഓഫ് ദീസ് റീജിയൻസ് ടു ദ ഇക്വേറ്റർ ദാറ്റ് കോസ് ദ എബോവ് മെൻഷൻഡ് ക്ലൈമറ്റിക് പെക്യുലാരിറ്റീസ്. അതുമാത്രമല്ല, ഇവ എങ്ങനെയാണ്? ഇവ ഇക്വേറ്ററിനോട് ചേർന്നിട്ടുള്ള
സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ടാണ് ഇവയ്ക്ക് ഇങ്ങനത്തെ ഒരു പെക്യുലാരിറ്റീസ് വരുന്നത്, ഇങ്ങനത്തെ ഒരു ക്ലൈമാറ്റിക് പെക്യുലാരിറ്റീസ് കിട്ടാൻ കാരണം. This in turn causes the luxuriant plants and animal diversity here. ഈ ഒരു കാലാവസ്ഥയുണ്ടല്ലോ, എന്താ പറയുക, സവിശേഷമായ ഒരു കാലാവസ്ഥയാണ് ഇവിടുത്തെ സമ്പന്നമായ സസ്യജന്തു വൈവിധ്യങ്ങൾക്ക് കാരണമാകുന്നത്. ഓക്കെ, shouldn't there be equatorial regions with similar characteristics in other continents as well? ഇനി ആഫ്രിക്കയെ കൂടാതെ തന്നെ മറ്റ് കോണ്ടിനെൻസിലും നമ്മുടെ ഇക്വേറ്ററിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ ഇതുപോലത്തെ പ്രദേശങ്ങൾ കാണേണ്ടതല്ലേ? യെസ്, ദെൻ നോക്കൂ, സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് പ്രിവെയിൽ ഇൻ ദ ആമസോൺ റിവർ ബേസിൻ ഇൻ സൗത്ത് അമേരിക്ക ആൻഡ് ഇൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ലൈക്ക് മലേഷ്യ ആൻഡ് ഇന്തോനേഷ്യ. അപ്പോൾ ഇതുപോലെ തന്നെ തെക്കേ അമേരിക്കയിൽ, എന്താണ്, സൗത്ത് അമേരിക്ക, തെക്കേ അമേരിക്കയിലെ ആമസോൺ റിവർ ബേസിനിലും അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് എന്നാൽ തെക്ക് കിഴക്ക് ഏഷ്യയിൽ മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിൽ നമ്മൾ ഈ സമാന വിശേഷതകളുള്ള ഈ ഒരു ഇതുണ്ട്, ഈ ഫീച്ചേഴ്സ് നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, the aboriginal tribes of the Amazon River basin in South America, the Semans of Malaysia and the Kubus and the Dayaks of Indonesia are also forest dwellers like the Pygmies. അപ്പോൾ പിഗ്മീസിനെ പോലെ തന്നെ ഫോറസ്റ്റിൽ, കാട്ടിൽ വസിക്കുന്ന കുറച്ച് പേരും കൂടി ഉണ്ട്. ആരൊക്കെയാണ്? ആമസോൺ റിവർ ബേസിനിൽ കഴിയുന്ന ഗോത്രവർഗ്ഗക്കാരായ അബോജിനൽ ട്രൈബ്സ്, ഗോത്രവർഗ്ഗക്കാരുടെ പേരാണ് കേട്ടോ അബോജിനൽ ട്രൈബ്സ്. പിന്നെയോ അവരെവിടെയാണ്? സൗത്ത് അമേരിക്കയിലാണ്. പിന്നെ സേമങ്സ് ഓഫ് മലേഷ്യ, മലേഷ്യയിലുള്ള സേമങ്സ് എന്ന് പറയുന്നവർ. പിന്നെ കുബൂസ്, ദയാക്സ് ഓഫ് ഇന്തോനേഷ്യ. ഇവരൊക്കെ എന്താണ്? പിഗ്മീസിനെ പോലെ തന്നെ ഫോറസ്റ്റിനെ സ്നേഹിക്കുന്നവരാണ്. The above mentioned places are also located between 10th degree north and 10th degree south of the equator. This region is known as the equatorial climatic region. അപ്പോൾ നമ്മളിപ്പോൾ കുറേ പ്ലേസസ് പറഞ്ഞു അല്ലേ, അവയൊക്കെ എന്താണ്? അവയൊക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇക്വേറ്ററിനോടടുത്ത് 10 ഡിഗ്രി നോർത്തിൻ്റെയും 10 ഡിഗ്രി സൗത്തിൻ്റെയും ഇടയിലാണ് അല്ലേ ഈ സ്ഥലങ്ങളൊക്കെ ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റീജിയന് പറയുന്ന പേരാണ് ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ. എന്താണ് ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ? ഈ ഒരു ഏരിയയിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് മേ ബി ദ കോസ് ഫോർ ദ എബോവ് മെൻഷൻഡ് പെക്യുലാരിറ്റീസ് ഇൻ ദ കൊങ്കോ ബേസിൻ. കുറച്ച് പെക്യുലാരിറ്റീസ് നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞു, ഡിഫറെൻറ്റ് ഫ്യൂച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് കൊങ്കോ ബേസിനിൽ ഇങ്ങനത്തെ ഫ്യൂച്ചേഴ്സ്, പെക്യുലാരിറ്റീസ് കാണാൻ ഇടയാകുന്നത്? എന്താണ്? ബിക്കോസ് the distribution of sunlight is not uniform everywhere. It is the proximity of these regions to the equator that causes the above mentioned climatic peculiarities. Okay, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെയിം ദ ഇക്വറ്റോറിയൽ റീജിയൻസ് വിത്ത് സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ അതർ കോണ്ടിനെൻറ്റ്സ്. അതർ കോണ്ടിനെൻറ്റ്സിലുള്ള ഇതുപോലത്തെ ക്യാരക്ടറിസ്റ്റിക് ഉള്ള ഇക്വറ്റോറിയൽ റീജിയൻസ് ഏതൊക്കെയാണ്? ദ ആമസോൺ river basin in South America and in Southeast Asian countries like Malaysia and Indonesia. പിന്നെയോ the aboriginal tribes of the Amazon river basin in South America and the Semans of Malaysia and the Kubus and Dayaks of Indonesia are also forest dwellers like the Pygmies. Okay, ഇനി നെക്സ്റ്റ് എന്താണ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയുന്നത്? വാട്ട് ആർ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ? The places that are located between 10 degree north and 10 degree south of the equator, these regions are known as equatorial climatic region. Okay, next question ആണ്, the equatorial climatic region is generally sparsely inhabited. Why? എന്തുകൊണ്ടാണ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയണിൽ ജനവാസമില്ലാത്തത്? കാരണം എന്താണ്? The region have no comfortable climate to inhabit. നമുക്ക് ജീവിക്കാൻ പറ്റിയ ഒരു കംഫർട്ടബിളായ ക്ലൈമറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ ജനവാസം ഇല്ലാത്തത്. ഓക്കെ, ഇൻഹാബിറ്റൻസ് ഇല്ലാത്തത്. ഓക്കെ, the equatorial climatic region is characterized by dense forest with hardwood trees like mahogany, ebony and rosewood etc. എന്താണ്? മഹാഗണി, എബണി, റോസ്വുഡ് എന്നീ മരങ്ങൾ, കഠിനമേറിയ മരങ്ങളാണല്ലേ
ഇവ ധാരാളമായി കാണപ്പെടുന്നു. അതാണ് ഈ ഒരു ക്ലൈമറ്റിക് റീജിയൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, ദെൻ ഇക്വറ്റോറിയൽ എവർഗ്രീൻ ഫോറസ്റ്റ്. More than 1,000 species of plants grow densely in every square kilometer area of the equatorial forest region. ഈ ഇക്വറ്റോറിയൽ ഫോറസ്റ്റ് റീജിയനിൽ മോർ ദെൻ 1,000 ഓഫ് സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് എന്താണ് 1000-ലധികം വിവിധ സസ്യവർഗങ്ങൾ ഇവിടെ തൂർന്ന് വളരുന്നുണ്ട്. അത് എങ്ങനെയാണ്? ഒരു ചതുരശ്രീ കിലോമീറ്ററിലും ഓരോ ചതുരശ്രീ കിലോമീറ്ററിലും 1000-ലധികം വിവിധ സസ്യവർഗങ്ങൾ ഇവിടെ തൂർന്ന് വളരുന്നുണ്ട് ഈ ഒരു ഇക്വറ്റോറിയൽ എവർഗ്രീൻ ഫോറസ്റ്റിൽ. ഓക്കെ, the trees in these forests do not shed their leaves owing to high atmospheric temperature and copious rainfall. ഇവ എന്താണ്? ഇവിടുത്തെ ട്രീസ്, ഇവിടുത്തെ മരങ്ങൾ അവരുടെ ഇല പൊയ്ക്കാറില്ല. കാരണം എന്താണ്? അവരുടെ ഈ ഒരു കാലാവസ്ഥയുടെ ഒരു പ്രത്യേകത കൊണ്ടാണ് ഇവരുടെ ഇല പൊയ്ക്കാത്തത്. അതുപോലെ തന്നെ ഇവയ്ക്ക് എന്താണ്? ആവശ്യത്തിനധികം സൂര്യപ്രകാശവും അതുപോലെ തന്നെ ഇവയ്ക്ക് എന്താണ്? മഴയും. നമ്മൾ പറഞ്ഞില്ലേ, നല്ല അന്തരീക്ഷത്തിൽ നല്ല താപമായിരിക്കും, നല്ല ചൂടായിരിക്കും, പക്ഷേ ഉച്ചയാക്കിയ ശേഷം എന്താണ്? മഴയും ലഭിക്കുന്നു. ആയതുകൊണ്ട് ഇവരുടെ ലിവ്സ് ഒന്നും എന്താണ്? ഷെഡ് ചെയ്യില്ല. ഇവരുടെ ലിവ്സ് ഇല പൊയ്ക്കാറില്ല. അതുകൊണ്ട് എന്താണ്? ഇവ എപ്പോഴും ഗ്രീൻ കളറിലായിരിക്കും. എവർ ഗ്രീൻ ഫോറസ്റ്റ് ആണ് ഇവ. കാരണം എപ്പോഴും ഗ്രീൻ കളറായിരിക്കും. ഇവരുടെ ഇല വീഴുന്നില്ലല്ലോ. അതുകൊണ്ട് എന്താണ്? ഇവയെ എന്താണ് വിളിക്കുക? ഇവ എന്താണ് അറിയപ്പെടുന്നത്? ദേ ആർ കോൾഡ് ഇക്വറ്റോറിയൽ എവർഗ്രീൻ ഫോറസ്റ്റ്. വൈ ദേ ആർ കോൾഡ് എവർഗ്രീൻ ഫോറസ്റ്റ് ഓർ ഇക്വറ്റോറിയൽ എവർഗ്രീൻ ഫോറസ്റ്റ്? That is because they don't shed their leaves owing to high atmospheric temperature and copious rainfall. That's why they are in green color. That's why they are called equatorial evergreen forest. Okay, collecting forest resources is a major livelihood in the equatorial climatic region. ഈ ഒരു ഫോറസ്റ്റ് റിസോഴ്സസ് ഉണ്ടാവുമല്ലോ, ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിലുള്ള ഫോറസ്റ്റ് റിസോഴ്സസ് എന്താണ്? നല്ലൊരു ഉപജീവന മാർഗമാണ്. ഓക്കെ, ദ ഫ്യൂണ ഹിയർ ഈസ് ഡൈവേഴ്സ് വിത്ത് സിമിയാൻ സ്പീഷീസ് ലൈക്ക് apes, llamas, orangutans, reptiles crawling from tree to tree, animals like hippopotamus and crocodile that mostly dwell in water, and birds like parrots, hornbills, etc. കുരങ്ങ് വർഗത്തിൽപ്പെട്ടിട്ടുള്ള എന്തൊക്കെയാ? ഏപ്സ്, ആൾക്കുരങ്ങ്, ലാമർ, പിന്നെ ഓറങ്ങുട്ടാൻസ്, പിന്നെയോ റെപ്റ്റൈൽസ് ക്രോളിംഗ് ഫ്രം ട്രീ ടു ട്രീ, മരങ്ങളിൽ നിന്ന് മരങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഈ ജന്തുക്കൾ, പിന്നെയോ ആനിമൽസ് ലൈക്ക് ഹിപ്പോപ്പൊട്ടാമസ് ആൻഡ് ക്രൊക്കോഡൈൽ ദാറ്റ് മോസ്റ്റ്ലി ഡെൽ ഇൻ വാട്ടർ, വെള്ളക്കെട്ടുകളിൽ ജീവിക്കുന്ന നീർക്കുതിര, പിന്നെയോ ചീങ്കണ്ണി തുടങ്ങിയ ജന്തുക്കൾ, പിന്നെ നമ്മുടെ ബേർഡ്സ് പക്ഷിവർഗത്തിൽപ്പെട്ട തത്ത, വേയാമ്പൽ, ഹോൺബിൽസ് എന്ന് പറഞ്ഞാൽ വേയാമ്പൽ, ഇവയൊക്കെ എന്താണ്? ഇവിടുത്തെ വൈവിധ്യപൂർണമായ ഇവിടുത്തെ ജന്തുജാലകങ്ങളാണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. മോസ്റ്റ് ഓഫ് ദി ആനിമൽസ് ഇൻ ഇക്വറ്റോറിയൽ ഫോറസ്റ്റ് ആർ ട്രീ ഡ്വെല്ലേഴ്സ്. വൈ? എന്താണ് ഇക്വറ്റോറിയൽ ഫോറസ്റ്റിലുള്ള ആനിമൽസൊക്കെ മരത്തിൽ ജീവിക്കാൻ കാരണം? എന്താണ്? നമ്മൾ പറഞ്ഞു അവിടെ എന്താണ്? ഓരോ ചതുരശ്രീ കിലോമീറ്റേഴ്സിലും ഒരുപാട് മരങ്ങൾ തിങ്ങി വളരുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ അവിടെ ഹാർഡ് വുഡ് ട്രീസിൻ്റെ ഡെൻസ് ആയിട്ടുള്ളൊരു ഫോറസ്റ്റാണ്. ആ ഒരു ഡെൻസ് തിക്കായിട്ട് നിൽക്കുകയാണ് ആ ഒരു ഫോറസ്റ്റിലെ മരങ്ങൾ. അപ്പോൾ എന്താണ്? അവിടേക്ക് ഡയറക്റ്റായിട്ട് സൺലൈറ്റ് നിലത്തേക്ക് എത്തില്ല. അപ്പോൾ അവിടെ എന്താണ്? ആനിമൽസിന് ഏറ്റവും സുഖം എവിടെ വളരാനാണ്? അപ്പോൾ ട്രീസിൽ വളരാനാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ ആൻസർ ചെയ്താം? ദ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഡെൻസ് ഫോറസ്റ്റ്. മോർ ദാൻ 1,000 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ഗ്രോ ഡെൻസ്ലി ഇൻ എവറി സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഓഫ് ദ ഇക്വറ്റോറിയൽ ഫോറസ്റ്റ് റീജിയൻ. Because of that, the sunlight is not reached to the earth directly, so that the undergrowth is less. So most of the animals in equatorial forest are tree dwellers. Okay, all places in the equatorial climatic region are not forest lands. In some places like Brazil, Malaysia and Indonesia, which fall in this climatic region, agriculture, mining and industrial activities are effectively practiced. These places have been transformed into big cities. അപ്പോൾ എന്താ പറയുന്നത്? ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിലുള്ള എല്ലാ പ്രദേശങ്ങളും ഫോറസ്റ്റ് അല്ല. എന്താണ്? അതിൽ കുറച്ച് ബ്രസീൽ, മലേഷ്യ, ഇന്തോനേഷ്യ എന്ന് പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ
ഈ ഒരു സെയിം ക്ലൈമറ്റൊക്കെ തന്നെയാണ്, പക്ഷേ അവിടെയൊക്കെ എന്താണ് അവർ അഗ്രികൾച്ചറും മൈനിങ്ങും ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവയൊക്കെ എന്താണ് ഇപ്പോൾ ബിഗ് സിറ്റീസായിട്ട് മാറിയിട്ടുണ്ട്. നമുക്കറിയില്ലേ എന്താണ് ബ്രസീൽ ഒരു രാജ്യമാണ്, അതുപോലെ ഇന്തോനേഷ്യ, മലേഷ്യ എന്നൊക്കെ പറയുന്ന ഓരോ രാജ്യങ്ങളാണല്ലേ. World's most expensive rainforest rich in biodiversity belong to the Amazon River Basin in South America. തെക്കേ അമേരിക്കയിലുള്ള ആമസോൺ ബേസിനിലാണ് നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിശാലമായ ജൈവ വൈവിധ്യ സമ്പന്നമായ മഴക്കാടുകൾ റെയിൻ ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? വെരി ഹൈ ഡേ ടെമ്പറേച്ചർ ആൻഡ് അബൻഡൻറ്റ് റെയിൻ ഫോസ്റ്റർ ദ റീജിയൻസ് റിച്ച് ബയോഡൈവേഴ്സിറ്റി. എങ്ങനെയാണ് ഇത് നല്ലൊരു ബയോഡൈവേഴ്സിറ്റി ആയി മാറുന്നത്? കാരണം അവർക്ക് എന്താണ് ഹൈ ഡേ ടെമ്പറേച്ചറും ഉണ്ട്, അതുപോലെ തന്നെ റെയിനും അവൈലബിൾ ആണ്. പകൽ ചൂടും ധാരാളമായി ലഭിക്കുന്ന മഴയുമാണ് അതിന് കാരണമായി വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വളരെ ഉയരമുള്ള കഠിനമേറിയ മരങ്ങൾ മുതൽ പായൽ വർഗ്ഗങ്ങൾ വരെ നീളുന്ന എണ്ണിയാലൊടുങ്ങാത്ത സസ്യവർഗ്ഗങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകത. അതാണ് റെയിൻ ഫോറസ്റ്റിൻ്റെ പ്രത്യേകത. എന്താണ് റെയിൻ ഫോറസ്റ്റിൻ്റെ പ്രത്യേകത? ദ റീജിയൻസ് റിച്ച് ബയോഡൈവേഴ്സിറ്റി ഈസ് innumerable species of vegetation ranging from tall hardwood trees to moss are the specialty of the region. Infinite species of microorganisms, insects, different types of monkeys, amphibians, reptiles, birds, etc. also added to the biodiversity of this basin. അപ്പോൾ എന്താ പറയുന്നത്? കൂടാതെ ഇത് മാത്രമല്ല, എന്തൊക്കെയാണുള്ളത്? സൂക്ഷ്മജീവികൾ, അതുപോലെ തന്നെ എന്താണ് വിവിധ തരം കുരങ്ങുകൾ, അതുപോലെ ആംഫീബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ്, ഇൻസെക്ട്സ്, ഇവയൊക്കെ എന്താണ് ഈ ഒരു ബയോഡൈവേഴ്സിറ്റിയിൽ ഉൾക്കൊള്ളുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയും മതി. അപ്പോൾ ഇവിടെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ പറഞ്ഞൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കാൻ നോക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ്.